ബോസ് എന്ന് പറയുന്ന ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വിടണം. അല്ലാതെ അതും തലയ്ക്ക് പിടിച്ചുകൊണ്ട് പുറത്ത് വന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തമ്മി തള്ളുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പ്. 100% ഞാൻ യോജിക്കുന്നു. കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ അവാർഡ് ഫംഗ്ഷന് അനീഷിനെയും ഈ അനുമോളെയും അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അനീഷിന് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ അനുമോളും പിന്നെ വേറെ ആരൊക്കെയോ ചേർന്നാണ് അനീഷിന് അവാർഡ് കൊടുത്തത്. അപ്പൊ അനീഷ് എന്തോ ചെയ്തത്, നേരെ വീട്ടിൽ ചെന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു പോസ്റ്റ് അങ്ങിട്ട്. ആ പോസ്റ്റ് എന്താണെന്ന് ഞാൻ ഇവിടെ വായിച്ചു തരാം. ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. അനുമോൾക്ക് ഇപ്പൊ ഒരു പ്രൊഫൈലുണ്ട്, ബിഗ് ബോസിന്റെ ഒരു ടൈറ്റിൽ. പക്ഷേ ഇതെന്തുവാ, ഏതൊക്കെയോ കോമഡി പ്രോഗ്രാമിനകത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ ആണ് ഇവിടെ വന്ന് അനീഷ് എഴുതിയിരിക്കുന്നത്. അനുമോൾ എന്നിട്ട് ഇതിനെ പ്രതികരിച്ച് കുറച്ച് സ്റ്റോറിയൊക്കെ ഇട്ട് ഞാൻ അവിടെ സ്റ്റോറി വായിച്ചു തരാം. വിജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥ പിടിച്ചു നിൽക്കും. ആളുടെ മൂല്യം കുറച്ചെഴുതാം, പക്ഷെ ആളുകളുടെ സ്നേഹം കുറച്ചെഴുതാൻ ആരായാലും കഴിയില്ല. നമ്മളെ ചെറുതാക്കി കാണിക്കാൻ ചിലർ ശ്രമിക്കും, പക്ഷെ സത്യമായ കഴിവ് ഒരാളുടെ വാക്കുകളിൽ അല്ല, ആളുകളുടെ മനസ്സിലാണ്. വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതിനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. നന്നായി പൊള്ളുന്നുണ്ടല്ലോ, അയ്യോ വിയർത്ത് മേക്കപ്പ് ഒലിച്ചിറങ്ങിയാൽ. ഇവിടെ അനീഷ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കുറവുള്ള വ്യക്തികളെയാണ് താങ്കൾ പോയി പ്രപ്പോസ് ചെയ്തത്. ഡിപ്പം വന്ന് എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗ് കണ്ടില്ലേ, ഇത് അട്ടർ ഫേക്ക് ആണ്. അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല. ഈ ഒരു പോസ്റ്റിൽ ഈ ഒരു വിഷയത്തിൽ ഇയാൾ എക്സ്പോസ്ഡ് ആയതാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്